ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. മോര് കാച്ചിയത് എന്ന് പറയും. ഇവിടെ അധികം ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ. അതിന് വേണ്ടത് തേങ്ങ, പിന്നെ പച്ചമുളക്, പിന്നെ ജീരകം, ചെറിയ ജീരകമാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മോരാണ് ഒഴിക്കുക. നമ്മൾ മോര് കൂട്ടാനൊക്കെ വെക്കില്ലേ, അതേപോലെ തന്നെയാണ് സംഭവത്തിൽ കഷ്ണങ്ങൾ ഉപയോഗിക്കില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മൾ മോരൊഴിച്ചു. മോര് പുളിക്കനുസരിച്ച് നല്ല പുളിയുള്ള മോരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതിയാവും. അത്യാവശ്യം പുളിയുള്ള മോരാണ്. എന്നിട്ട് ഇതാക്കി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കാം. അരച്ചതിന് ശേഷം ചട്ടി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇതാ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കടുക് ഇട്ട് പൊട്ടിക്കണം. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടെ വെള്ളം കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാർന്ന് കൊടുക്കാം. അങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിളയ്ക്കുന്ന കണ്ടോ, നല്ല മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.